പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കുന്നു ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായത് ഇതിൽ ബ്രിട്ടൻ എടുത്ത നിലപാടാണ്. അമേരിക്കയ്ക്കെതിരെ പരസ്യമായി രംഗത്തു വരുന്ന ബ്രിട്ടനെ നമ്മൾ കാണുന്നു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടത്തുന്ന രാഷ്ട്രത്തലവന്മാരെ കാണുന്നു. അപ്പോൾ ലോകക്രമം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങളൊക്കെ തന്നെ അത് എന്ത് പ്രത്യാഘാതമാണ് ഈ നിയർ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന സുപ്രധാന ചോദ്യമാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പോലും ഉലച്ചിലുണ്ടാകാനുള്ള ഒരു കാരണമായി ഈ യുദ്ധം മാറുകയാണോ? പ്രജിൻ, കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ഏതൊരു സൈനിക നീക്കത്തിലും പങ്കാളിയായിരുന്നു ബ്രിട്ടൻ. പക്ഷേ ഇപ്പോൾ ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിൽ പങ്കാളിയാകില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കാൻ വേണമെങ്കിൽ ബ്രിട്ടന്റെ സൈനിക താവളങ്ങൾ വിട്ടു നൽകാം എന്ന് മാത്രമാണ് കിയർ സ്റ്റാമർ വ്യക്തമാക്കിയത്. ഇതിനെതിരെയാണ് രൂക്ഷമായ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേക ബന്ധം ഉലഞ്ഞു എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. സഹായിക്കുമെന്ന് കരുതി, പക്ഷേ അതുണ്ടായില്ല. ആവശ്യ സമയത്ത് ബ്രിട്ടൻ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇതിന് തൊട്ടു പിന്നാലെ ട്രംപിന് മറുപടിയുമായി കിയർ സ്റ്റാമർ രംഗത്ത് വന്നു. ചരിത്ര പാഠങ്ങൾ മറക്കരുത് എന്നാണ് ഡൊണാൾഡ് ട്രംപിന് കിയർ സ്റ്റാമറുടെ പ്രതികരണം. ഇറാഖിലെ സൈനിക നടപടി സൂചിപ്പിച്ചായിരുന്നു കിയർ സ്റ്റാമർ ആ പ്രതികരണം നടത്തിയത്. ഇതോടെ ബ്രിട്ടൻ അമേരിക്ക ബന്ധത്തിൽ ഉലച്ചിൽ തട്ടി എന്ന് തന്നെ ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ വ്യക്തമാണ്. ഇതിനിടയിൽ ഫ്രാൻസും പ്രതികരണമായി രംഗത്ത് വന്നിട്ടുണ്ട്. സഖ്യകക്ഷികളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ, പ്രതിരോധിക്കാൻ തയ്യാറാണ്. സഹായം ആവശ്യമെങ്കിൽ അത് നൽകും എന്നാണ് ഫ്രാൻസ് അറിയിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയമാണ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഖത്തറിന്റെ ഒരു പ്രതികരണവും ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ്. വ്യോമാതിർത്തിയിൽ ഇറാന്റെ വിമാനങ്ങൾ പ്രവേശിച്ചതുകൊണ്ടാണ് 2 വിമാനങ്ങളെ ഇന്നലെ വെടിവെച്ചിട്ടത് എന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇറാനുമായി ചർച്ചകൾ നടക്കുന്നില്ല. നിലവിലെ ഭീഷണിയെ നേരിടുന്നതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഖത്തറിന്റെ കൈവശമുണ്ട്. ഖത്തറിലെ ഹമദ് രാജ്യാന്തര വിമാനത്താവളം അടക്കം ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണത്തിന് ശ്രമിച്ചു എന്നും ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ബ്രിട്ടൻ അമേരിക്കയ്ക്കെതിരെ ഒരു നിലപാടെടുക്കുന്നത് എന്നതും ഒരു വൈരുദ്ധ്യമായി തോന്നുന്നു. എന്തുകൊണ്ട് ബ്രിട്ടൻ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സഖ്യം ചേർന്ന് ഇറാനൊപ്പം ബ്രിട്ടൻ വരുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയം കൂടി ഉടലെടുക്കുകയാണല്ലോ. അത്തരത്തിലുള്ള സഖ്യത്തിനുള്ള യാതൊരു സാധ്യതയും ഇപ്പോൾ ഇല്ല എന്ന് വേണം കരുതാൻ. കാരണം തുടക്ക ദിവസം തന്നെ കിയർ സ്റ്റാർമർ വ്യക്തമാക്കിയിരുന്നു സൈനിക നടപടിയിൽ പങ്കാളിയാകില്ല എന്ന്. സൈപ്രസിലെ ബ്രിട്ടീഷ് സേനാ താവളത്തിന് നേരെയുള്ള ആക്രമണത്തിന് ശേഷവും ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കാൻ വേണമെങ്കിൽ സേനാ താവളങ്ങൾ വിട്ടു നൽകാം എന്ന് മാത്രമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ വ്യക്തമാക്കിയത്. നേരത്തെ അമേരിക്ക അതുപോലെ തന്നെ ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം പരിശോധിച്ചാൽ ഇപ്പോൾ ആ നിലപാടിൽ നിന്നൊക്കെ ബ്രിട്ടൻ പിന്നോട്ട് പോകുന്നു എന്ന സൂചനയാണ് ഈ പ്രതികരണത്തിൽ ഉണ്ടായത്. ഇതാണ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നതും. മറ്റൊരു യൂറോപ്യൻ രാഷ്ട്രമായ സ്പെയിനിന്റെ നിലപാടും ഇക്കാര്യത്തിൽ ഏറെ ചർച്ചയായിട്ടുണ്ട്. കാരണം ഇസ്രായേൽ ആവശ്യപ്പെട്ടതനുസരിച്ച് 2 സേനാ താവളങ്ങൾ വിട്ടു നൽകില്ല എന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. റോത്ത, മോറോൺ എന്നീ സൈനിക താവളങ്ങൾ വിട്ടു നൽകണമെന്നായിരുന്നു ഇസ്രായേലിന്റെ ആവശ്യം. പക്ഷെ അത് നൽകില്ല എന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സാർ രംഗത്ത് വന്നിരിക്കുന്നു. തെറ്റായ ഭാഗത്താണ് സ്പെയിൻ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഹമാസിനെതിരെയുള്ള ആക്രമണത്തിലും ഗസയിലെ സൈനിക നടപടിയിൽ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനം സ്പെയിൻ ഉന്നയിച്ചിരുന്നു. പെട്രോ സാഞ്ചസ് ഇസ്രായേലിനെ കഠിനമായി വിമർശിച്ചിരുന്നു. ഇതിനെ തുടർച്ചയാണ്. ആ നിലപാടിൽ നിന്നും ഇപ്പോഴും സ്പെയിൻ പിന്നോട്ട് പോകുന്നില്ല. അതിനാൽ തന്നെയും സ്പെയിനോടുള്ള നല്ല ബന്ധം ഇനി ഉണ്ടാകില്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ. മറ്റൊന്ന് ഒരുപക്ഷെ ലോകം ഇനിയിപ്പോൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് ഈ ഊർജ്ജ പ്രതിസന്ധിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതമില്ലായ്മയാണ്. അവിടുത്തെ ഗതാഗത സ്തംഭനം. അത് ഈ പറയുന്നത് ഇന്നിപ്പോൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുന്ന സ്ഥിതിയിലേക്ക് ഇറാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഒരു 0 എന്ന രീതിയിലായിരിക്കും ഇവിടുത്തെ ട്രാഫിക് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരു രീതിയിലുള്ള വ്യാപാരവും ആ മേഖലയിലേക്ക് നടക്കില്ല. അതൊരു പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലയാണ്, വ്യാപാര മേഖലയാണ് നമുക്കറിയാം. അതിലൂടെ പ്രതിദിനം ഏതാണ്ട് 2025 കണക്ക് നോക്കുകയാണെങ്കിൽ 1.67 കോടി ബാരൽ ക്രൂഡ് മാത്രം അതൊരു ദിനം
ഒരു ദിവസത്തെ കണക്കാണ്. അത് നടക്കുന്ന ഒരു പാതയാണത്. അത് അടക്കിയ വഴി അല്ലെങ്കിൽ അതുവഴിയുള്ള ഗതാഗതങ്ങൾ ഓരോ ഓരോ ഷിപ്പിംഗ് കമ്പനികളും നിർത്തുകയാണ്. കാരണം ഈ പ്രശ്നം നടക്കുന്നതുകൊണ്ട് തന്നെ അതുവഴി പോകേണ്ടതില്ല എന്ന് കമ്പനികൾ തീരുമാനമെടുക്കുന്നു. അപ്പോൾ അതായത് ചരക്ക് ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥ, ഗൾഫിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ ഗൾഫിലേക്കോ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു വ്യാപാരവും നടക്കാത്തൊരു സ്ഥിതി വരും. സ്വാഭാവികമായിട്ടും ഒരു ദിവസം പോലും അത് അടച്ചിട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതം പല രാജ്യങ്ങൾക്കും അത് വലുതായിരിക്കും. ഇന്ത്യക്ക് പോലും എനിക്ക് തോന്നുന്നു ഒരു 47 ബില്യൺ ഡോളറിന്റെ ഒരു വ്യാപാരം കഴിഞ്ഞ വർഷം മാത്രം, സാമ്പത്തിക വർഷം മാത്രം നടന്നിട്ടുണ്ട് ഇന്ത്യയുമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇന്ത്യൻ കയറ്റുമതിയുടെ ഒരു 13% നടക്കുന്നത് പാത എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് എൻ്റെ പ്രധാനപ്പെട്ട ഒരു സംശയവും ചോദ്യവും ഇതാണ്, വരും ദിവസങ്ങളിൽ ഇത് ലോകരാജ്യങ്ങളെ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോവുക? അതിൽ ആരാണ് ഒരു ഇടപെടൽ ഉണ്ടാക്കാൻ പോവുക? പ്രജിൻ, ഇപ്പോൾ ഈ സൈനിക നടപടി നേരിട്ട് ബാധിച്ചിരിക്കുന്ന രാജ്യങ്ങൾ 14 രാജ്യങ്ങളിലാണ് ഇപ്പോൾ മരണവും അതുപോലെ തന്നെ പരുക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടങ്ങളിലാണ് നേരിട്ട് ആക്രമണം നടന്നിരിക്കുന്നത്. ഈ രാജ്യങ്ങൾക്ക് പുറമെ പരോക്ഷമായി ഇത് ബാധിക്കുന്ന ഒട്ടേറെ രാജ്യങ്ങളുണ്ട്, ഒട്ടേറെ മേഖലകളുണ്ട്. അതാണ് ഇപ്പോൾ പ്രജിൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, അതായത് എണ്ണ ഇറക്കുമതിക്കടക്കം ആശ്രയിക്കുന്ന മേഖലയാണ് ഈ ഹോർമുസ് കടലിടുക്ക്. ഹോർമുസ് കടലിടുക്കിൽ ിലുള്ള ചരക്ക് വ്യാപാരം ഇപ്പോൾ പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് IRGC അറിയിച്ചിരിക്കുന്നത്. ഈ പോരാത്തതിന് ഈ ഭാഗത്ത് ഈ എണ്ണ ടാങ്കറുകൾ ലക്ഷ്യമിട്ട് കടുത്ത ആക്രമണവും തുടരുകയാണ്. ഒമാൻ തീരത്ത് ഈ എണ്ണ ടാങ്കർ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിലാണ് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഈ മേഖല ഏറെ സംഘർഷഭരിതമായി തുടരുകയാണ്. ഇന്ത്യ പോലും ഇക്കാര്യത്തിൽ ഏറെ ഇതിന് പകരം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി കൂട്ടാൻ ഇന്ത്യ അടക്കം തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെ ഈ നേരിട്ട് ബാധിക്കാത്ത പരോക്ഷമായി ബാധിക്കുന്ന രാജ്യങ്ങളും ഏറെയാണ്. അങ്ങനെ ഈ മധ്യപൂർവേഷ്യയെ മാത്രമല്ല ബാക്കി രാജ്യങ്ങളിലും അത് എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിലായാലും ഊർജ്ജ മേഖലയുടെ കാര്യത്തിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാൽ പോലും ഏറെ പ്രതിസന്ധി ഈ വരും ദിവസങ്ങളിൽ തുടരും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.